നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോഴേ എല്ലാവരും പറഞ്ഞതാണ് ഇത്തവണ തീ പറക്കുന്ന പോരാട്ടങ്ങളാണെന്ന്. അത് തന്നെയാണ് നമ്മൾ കണ്ടത്. ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യ പാദം 4 മത്സരങ്ങളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. ഏറ്റവും മികച്ചത് ഏത് എന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരമായിരിക്കും. ഒരു പക്ഷേ സിറ്റി റയൽ മത്സരം ചൂണ്ടിക്കാണിക്കുന്നവരുണ്ടാവും. PSG അവരുടെ മണ്ണിലിട്ട് തോൽപ്പിച്ച ബാഴ്സയുടെ പ്രകടനം എടുത്തു പറയുന്നവരുണ്ടാകും. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ കളികളെല്ലാം ഏറ്റവും മികച്ച രൂപത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ആർക്കും വലിയ മുൻതൂക്കം ഈ ആദ്യ പാദത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ജയിച്ചിട്ടുണ്ടെങ്കിലോ ഒറ്റ ഗോൾ മാർജിനുള്ള വിജയമൊക്കെയേ ഉള്ളൂ. ഇപ്പം പഴയ പോലെ എവേ ഗോൾ അഡ്വാൻറ്റേജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് രണ്ടാം പാദത്തിൽ ഗെയിം ഓൺ എന്നുള്ളത് തന്നെയാണ് അവസ്ഥ. രണ്ടാം പാദം തീ പറക്കും. ഇന്നലെ ലൂയിസ് എൻറിക്ക പറഞ്ഞ പോലെ ഞങ്ങൾക്ക് രണ്ടാം പാദ മത്സരം ഫൈനൽ പോലെയാണ് എന്ന്. അങ്ങനെ തന്നെയാണ് സിറ്റിക്കും റയൽ മാഡ്രിഡിനും ഉള്ളത്. അങ്ങനെ തന്നെയാണ് ആഴ്സണൽ ബയേൺ മത്സരം വരുന്നത്. അങ്ങനെ തന്നെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഡോട്ട്മുണ്ട് മത്സരവും വരുന്നത്. അപ്പോൾ എല്ലാ കളികളും വലിയ രൂപത്തിൽ ആവേശകരമായിട്ട് മാറിയിട്ടുണ്ട്. നോക്കുക, ആഴ്സണലും ബയേണും പെനാൽറ്റി വിവാദങ്ങളൊക്കെ ഉണ്ടായ മത്സരമാണ്. 2-2 സമനില. പെനാൽറ്റി കൊടുത്തില്ല എന്നുള്ള വിവാദം. ബയേണിന് പെനാൽറ്റി കൊടുത്തില്ല, ആ ബോൾ കൈകൊണ്ട് പിടിച്ചതിന്. സാക്കയെ ന്യൂ ഇയർ വീഴ്ത്തിയതിന് അവിടെ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവാദമാണ്. റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരം എന്തോ ഒരു തീപ്പൊരു പോരാട്ടമായിരുന്നു. ഗോളുകളെല്ലാം വേൾഡ് ക്ലാസ് ഗോളുകൾ കണ്ടൊരു പോരാട്ടം. അതിമനോഹരമായ 3 ഗോളുകൾ സിറ്റി അങ്ങ് അടിച്ചിട്ടു. പിന്നെ ഫെഡെ വാൽവർദയുടെ റയലിന്റെ ആ ഗോൾ എങ്ങനെ പറയാതിരിക്കും. അപ്പോ അതൊരു ടോപ്പ് ക്ലാസ് പോരാട്ടമായിരുന്നു. PSG വേഴ്സസ് ബാഴ്സലോണ. PSG ബാഴ്സലോണയെ അങ്ങ് തോൽപ്പിക്കുമെന്ന തരത്തിലുള്ള സംസാരമായിരുന്നു മൊത്തമായിട്ട് ലൂയിസ് എൻറിക്ക നടത്തിയിരുന്നത്. പക്ഷേ പാരീസിലിട്ട് തന്നെ അവരെ വീഴ്ത്തി ബാഴ്സലോണ 3-2. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ 2 കളികളും സമനിലയാണ്. 2-2, 3-3 എങ്കിൽ PSG ബാഴ്സലോണ മത്സരം 2-1 ബാഴ്സ വിജയിച്ചു. ഒറ്റ ഗോളിന്റെ ആധിപത്യമേ ഉള്ളൂ. ഇനി എന്ത് സംഭവിക്കും ബാഴ്സയിൽ എന്നുള്ളത് കണ്ടറിയണം. അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ഡോട്ട്മുണ്ട്. 2-1 അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയിക്കുന്നത്. അവിടെയും ഒറ്റ ഗോളിന്റെ മാർജിനേ ഉള്ളൂ. സിഗ്നൽ ഇദൂന പാർക്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതും കണ്ടിരണം. അപ്പൊ ചുരുക്കത്തില് ആവേശം വാരി വിതറിയ ഒരു മാച്ച് വീക്ക് കടന്നുപോയി. ഇനി ആവേശം വാരി വിതറുന്ന മറ്റൊരു മിഡ് വീക്ക് വരാൻ പോകുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദം മാർച്ച് 16-നും 17-നുമാണ്. പക്ഷെ നമുക്ക് സാങ്കേതികമായി ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് 17, 18 തീയതികളിൽ. മാർച്ച് 17 പുലർച്ചെ 12:30 ഡോട്ട്മുണ്ട് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് പോരാട്ടം സിഗ്നൽ ഇദൂന പാർക്കില്. അതുപോലെ അതേ സമയത്ത് തന്നെ ബാഴ്സയും PSG തമ്മിൽ ബാഴ്സലോണയിൽ വെച്ച് ഏറ്റുമുട്ടുന്നു. 18-ാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 അലിയൻസ് അറീനയിൽ ബയേണും ആഴ്സണലും തമ്മിൽ ഏറ്റുമുട്ടുമ്പോ ഇത്തിഹാദിലെ മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് 4 ഫൈനലുകളാണ് വരാൻ പോകുന്നത് എന്ന് തന്നെ കരുതണം. നിങ്ങൾക്ക് ഈ മത്സരങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി. വീഡിയോസ് അയക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ